ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹംദ ആൻഡ് ഹാദി വ്ളോഗ്. അപ്പോൾ ഇന്നലത്തെ പൂളിലെ കളിയും ക്യാമ്പ് ഫയറെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഉറങ്ങി എണീച്ചിട്ടുള്ള പിറ്റേന്നത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ട്രക്കിങ്ങിന് പോക്കാന്ന്. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാണ്ട് വരുന്നെങ്കിൽ അതെല്ലാം കണ്ടിട്ട് വരണം കേട്ടോ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിലുള്ളത്. ട്രക്കിങ്ങിന് പോകാൻ പറഞ്ഞിട്ട് എല്ലാവരും ആവേശത്തിൽ നടന്ന് വരുന്നുണ്ട്. സംഭവം ഇത് കാട്ടിലെ കൂട്ടം ഉള്ള നടത്താൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ചെറിയ ഇടവഴിയാണ്, പുറത്തേക്കുള്ള വ്യൂ എല്ലാം നല്ല വ്യൂ ആണ് കാണാൻ. അങ്ങ് ദൂരെ കാണാനും നല്ല രസമുണ്ട്, മലയെല്ലാം കണ്ട. ഗൈഡ് ഫ്രണ്ടിലേ നടന്ന് പോകുന്നുണ്ട്, അതിൻ്റെ ബേക്കിൽ നമ്മൾ പിള്ളേരാണ് ആദ്യം നടക്കുന്നത്. ബേക്കിൽ വലിയ ആൾക്കാരും ഉണ്ട്. എല്ലാവരും നല്ല ജോളി അടിച്ചിട്ടാണ് നടക്കുന്നത്. ഒരാൾക്ക് നടക്കേണ്ട സ്പേസേ ഉള്ളൂ. സംഭവം ചെറിയ ഇടവഴിയാണ്. ജൻഹയിൽ ഇപ്പം തന്നെ ക്ഷീണിച്ച് തോന്നുന്നു നടന്നിട്ട്. വഴി ചെറുതാണെങ്കിലും ഭയങ്കര ദൂരം, നടന്നിട്ട് എത്തുന്നില്ല. ഇത് ഏത് പണ്ടാരത്തിലേക്കാകുമ്പോൾ ഈ ഗൈഡ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് പുഴയെല്ലാം കാണുന്നുണ്ട്, അതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ലാസ്റ്റ് ആ പുഴയ്ക്കൊക്കെ എത്തോ. എല്ലാവരും നടന്ന് പണ്ടാരടങ്ങി. എല്ലാവരും ആ ഗൈഡിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഈ നടത്ത് നമ്മളെ പറമ്പിലേക്കോട്ട് നടന്നെങ്കിൽ പറമ്പിലെ തേങ്ങ അടക്കയും പുറക്കെടുക്കായിരുന്നു. വെറുതെ പണിക്കാർ വെച്ച് തേങ്ങ പോർക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ആളെ ഇറക്കി വിട്ടാൽ മതി. ഞാൻ മോനെ ഒരു ഗുഹ പോലെയുള്ള സംഭവം എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് നല്ലൊരു വൈബ് സ്ഥലമായിരുന്നു, കുറച്ചൊരു ഇരുട്ടെല്ലാം പോലെയുണ്ട്. ഇത്രയും ദൂരം നടക്കുമ്പോൾ എല്ലാവരും ചിന്ത തിരിച്ച് നടക്കണ്ടേന്നാണ്. ഇത്രയും നടന്നിട്ട് വേണ്ടേ ആടെ എത്താൻ. എല്ലാവരും ആ ഫ്രണ്ടിൽ പോയ ഗൈഡിനാണ് അന്വേഷിക്കുന്നത്. അയാളെ കയ്യിൽ കിട്ടില്ലെങ്കിൽ ഈ പുഴയെ പിടിച്ച് മുക്കായിരുന്നു എന്നല്ല പറയുന്നുണ്ട്. സംഭവം നല്ല വൈബൊക്കെ തന്നെയാണ്, പക്ഷെ എത്ര ദൂരം നടന്നറിയില്ല. നടന്നിട്ട് എത്തുന്നില്ല. തിരിച്ചതിന് പോകണം, കയ്യിലും ദൂരമുണ്ട്. ഇത് വല്ലാത്തൊരു ജാതി ട്രക്കിംഗ് ആയിപ്പോയി. ഇനി തിരിച്ചോമ്പത്തേക്ക് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് തീരാമോ? ഇത്രയും ദൂരം നടക്കാനുണ്ടെങ്കിൽ വയറ് നിറച്ചൊന്നെങ്കിൽ ഫുഡ് അടിച്ചിട്ട് വരായിരുന്നു. ഫൈനലി നമ്മൾ വ്യൂ പോയിന്റിലോട്ട് എത്തി ഗൈസ്. നടന്നതിന് മുതലായി സംഭവം. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കോടമഞ്ഞലുണ്ട്, മുകളിൽ നിന്ന് വരുന്നുണ്ടാ. ഗൈഡ് നമ്മളെ പിള്ളേരെ മാത്രം ആ പുഴേൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മളോട് പറഞ്ഞ് ഒരു കല്ലെങ്ങനെ പൊന്നിക്കിടക്കുന്ന കണ്ടിട്ട് അത് ക്രൊക്കോഡൈലാണ്. ഗൈഡ് നമ്മളെ പിള്ളേരെന്തെല്ലോ പറഞ്ഞ് പറ്റിച്ചിന് കേട്ടോ. ഒന്നാമത്തെ കാര്യം, അങ്ങ് ദൂരെ കുറച്ച് പശുവിനെ കണ്ട, അതിനെ കണ്ടിട്ട് പറഞ്ഞ് മാനാന്ന്. പിന്നെ ഫോണിൽ സൂം ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് ഗൈസ്. പിന്നെ പറഞ്ഞ് പറ്റിച്ചതാണ് ആ പുഴയിൽ ക്രൊക്കോഡൈൽ ഉണ്ടെന്ന്. വേറെ വലിയ ആൾ വന്നിട്ട് ചോദിച്ചപ്പം പറഞ്ഞ് ഇല്ലയെന്ന്. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോരാൾ ഇറങ്ങിക്കോളൂ. വേറൊരു സംഭവമുണ്ട്, നമ്മൾ തിരിച്ചു പോയത് വന്ന വഴിയിലൂടെ അല്ല ഗൈസ്. തിരിച്ചു പോകുമ്പോൾ നമ്മളെ ഒരു 5 മിനിറ്റും കൂടെ അവർ എത്തിച്ച്. എന്നിട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ വളഞ്ഞ വഴിയെക്കൂട്ടെ കൊണ്ടുവന്നത്. ആദ്യം അവർക്ക് ആ വഴിയിലേക്കൂടെ തന്നെ കൂട്ടി വന്നാൽ പോരായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. കറങ്ങുന്നതും ഓടുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും എല്ലാ വീഡിയോസും എടുത്തു. മൊത്തം എല്ലാവരെയും ഒരുമിച്ചാക്കി വീഡിയോ എടുക്കാൻ പെടുന്ന പാട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരാൾ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ മറ്റാൾ അപ്പുറത്തേക്കോ, പിന്നെ മറ്റാൾ വരുമ്പോഴത്തേക്ക് ഇപ്പുറത്താളെ കാണില്ല. ഫൈനൽ എല്ലാം കഴിഞ്ഞ് ഫുഡ് ഇടില്ലാന്ന് വെച്ച് നമ്മൾ വേഗം ഓടിപ്പോയി. അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഉണ്ടായത് പൈനാപ്പിൾ ജ്യൂസാണ്, പിന്നെ കോൺഫ്ലെക്സും പാലും ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം. പാൽ വേണമെങ്കിൽ പാലിക്കുക, പിന്നെ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടുക. പിന്നെ ഉള്ളത് ബ്രെഡ്, ജാം, ബട്ടറുമാണ്. ജാമ ഉണ്ടെങ്കിൽ ജാമ തേക്കുക, ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തേക്കുക. പിന്നെ അവിടെ ഉണ്ടായത് പുട്ടാണ് ഗൈസ്. പുട്ട് നമ്മുടെ ദേശീയ ഭക്ഷണമായതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. വീട്ടിൽ പുട്ട്, ഇവിടെ റിസോർട്ടിൽ വന്നിട്ട് റിസോർട്ടിലും പുട്ടാണ്. എന്തൊരു കഷ്ണം. അടുത്തത് പൂരിയാണ് കേട്ടോ. ഞാൻ ബട്ടൂരി വരച്ചിട്ട് 2 എടുത്ത്. വീണ്ടും ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. അത് പൂരിയായിരുന്നു. പിന്നെ ബത്തക്ക പഴം, ചായ വേണ്ടക്ക് ചായ, കോഫി വേണ്ടക്ക് കോഫി, മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അത്രയും വലിയ സെറ്റപ്പ് ഫുഡൊന്നല്ല കേട്ടോ, ഒരു മീഡിയം ഫുഡാണ് കേട്ടോ ഉണ്ടായിന്. കുഴപ്പമില്ല, എല്ലാവരും കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാൽ പൂളിൽ എന്നും കുറച്ച് കളിക്കണം പോയിട്ട്. റിസോർട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം പൂൾ തന്നെയാണ് കേട്ടോ. എന്നാൽ നമുക്ക് വീണ്ടും പൂളിൽ പോയി ആർമാദിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നാദിത്താത്തിയും മങ്കുക്കാക്കും തൊട്ടിൽ കയറിന് കേട്ടോ. കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു, തായിൽ വലിയ പൊളയല്ലേ. 2 പേടിച്ച് വരച്ചിന് വന്ന് കണ്ണെല്ലാം അടച്ചിട്ടല്ലേ.
ഞാൻ ഇതിലായിട്ട് അയത്ത് കയറിയിട്ടില്ല. ഞാൻ കയറൂല, എനിക്ക് പേടി അയത്ത് കയറാൻ. അങ്ങനെ വീണ്ടും എല്ലാവരും പൂളിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ പൂളൊരു രക്ഷയില്ല. പിള്ളേർക്ക് ചെറുതുണ്ടെങ്കിലും ഞാനും ഐസിനെല്ലാം ബെല്ലായി തന്നെ കയറിയത്. നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത്ര ആളൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആഴായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഈ അച്ചു സൈഡിലോട്ട് ഓടി കളിക്കുന്നുണ്ട് അവൻ്റെ വണ്ടി എടുത്തിട്ട്. ഓൻ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് അതിന് പോളിൽ, ഇന്നും ഇറങ്ങിയിട്ടില്ല. അതിനിടയ്ക്ക് എല്ലാ ആൾക്കാരെല്ലാം കൂടി ഒരു നീന്തൽ മത്സരം നടത്തി. നീന്തൽ മത്സരത്തിന് ആക്കുവിൻ്റെ ഉപ്പയാണ് കേട്ടോ ചോദിച്ചേ. നീന്തൽ മത്സരം കഴിഞ്ഞപാട് മുങ്ങൽ മത്സരം കൂടി നടത്തുന്നു. അങ്ങനെ കേസ് നമ്മൾ റിസോർട്ടിൽ നിന്ന് വിട പറയുകയാണ്. നമ്മൾ ഇനി റിസോർട്ടിൽ നേരെ അടുത്തേക്ക് പോകേണ്ടത് തീരുമാനിച്ചിട്ടില്ല. വീണ്ടും നമ്മൾ ബസ്സിൽ നിന്ന് ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് അടിച്ചു പൊളിച്ചു. മൂത്താപ്പാരെ ആക്ഷൻ കണ്ടാത്തൊന്നും ശരിക്കും പാട്ട് പാടുന്നതാണ്. പക്ഷെ വെറും ആക്ഷൻ മാത്രമേ ഉള്ളൂ. പാട്ട് ഓൾറെഡി പ്ലേ ചെയ്യുന്നതാണ് ബസ്സിൽ നിന്ന്. അതിന് രണ്ടാളും മൈക്കും പിടിച്ച് പാട്ട് പാടുന്ന പോലെ അഭിനയിക്കുകയാണ്. എന്തായാലും നല്ല അരങ്ങുണ്ട് കാണാൻ. ആക്ഷൻ കണ്ട വിചാരിക്കും ഇവർ ഐഡിയ സ്റ്റാർ സിംഗിൽ പാട്ട് പാടാൻ പോയിന് പണ്ട്. വണ്ടി മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലാവരും നല്ലോണം ക്ഷീണിച്ച് കടന്നുറങ്ങിയാണ്. അമ്പതെല്ലാം ഉറങ്ങുന്നുണ്ട്. അമ്പ്രുക്കാക്ക് ഏതോ ലോകത്ത് ചിന്തിച്ചിരിക്കുകയാണ്. ഈ ടൂറ് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി സമാധാനത്തിൽ കടന്നുറങ്ങാൻ. അങ്ങനെ എനിക്ക് അമ്പ്രുക്കാക്ക് വിചാരിക്കുന്നുണ്ടാവില്ല. അമ്പതെല്ലാം വീട്ടിൽ നിന്ന് ഉറങ്ങുന്ന പോലെ നല്ല ഉറക്കാന്ന്. മങ്കുക്കാക്ക് ഇപ്പം എണീച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. കുറേ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം എല്ലാവരും കൂടി തീർത്ത് വെച്ച്. അതിൻ്റെ തൊട്ടി ഇപ്പോഴത്തെ തേയിലത്തോട്ടുണ്ടായിന്. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത്. കുറേ ഏക്കർ കണക്കിലുണ്ട് തേയിലത്തോട്ടം. വീടിനായിക്കൂടെ നമ്മുടെ നാട്ടിലുള്ള ചായപ്പൊടിയെല്ലാം വരുന്നത്. അതിൻ്റെ അടുക്ക് അവരായിട്ട് ആടെയുള്ള ഒരു തൊട്ടിലും കയറി. നമ്മൾ അടുത്ത് പോകുന്നത് പൂക്കോട് തടാകത്തിലേക്കാണ്. ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഭയങ്കര തിരക്ക്. എന്നാൽ മിത്രപ്പാട് ആള്. അതിനുള്ളിൽ കയറുമ്പോഴത്തേക്കാണ് നല്ല പാർക്കാണ്. കുറേ സ്ലൈഡ്. നമ്മൾ പിന്നെ എല്ലാ സൈഡ് കയറി ഓടി ചാടി സ്ലൈഡിലും അടുത്ത മറ്റേ കുതിരവണ്ടിയിലും എല്ലായിട്ടും കയറി. ഇത് ശരിക്കും പിള്ളേർക്കായിട്ടുള്ള പാർക്കാവുമെന്ന്. പൂക്കോട് തടാകം പറഞ്ഞിട്ട് ഇവിടെ ഫുൾ പാർക്കാന്നല്ല. തടാകം ഉണ്ട് കുറച്ച് അങ്ങോട്ട്. ബോട്ടിലെല്ലാം നമുക്ക് അതിലോട്ട് റൈഡ് പോവാം. പക്ഷെ കൂടുതലും നമ്മളെ പോലത്തെ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളേ ഉള്ളത്. വീട് നല്ലോണം കളിച്ച് മുതലാക്കി. അപ്പം നമ്മൾ ഹംദാൻ ആദ്യ വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസും പൊട്ടത്തര വീഡിയോസും
എല്ലാ ടൈപ്പ് വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്കെല്ലാം ഇട്ടേപ്പാ. ഇല്ലേ ഇത് തൂങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുന്ന സാധനം നിലത്ത് കാലുത്താൻ പാടില്ല പോകുന്നത്. പക്ഷെ നമുക്ക് കയറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് അതിലോട്ട് തൂങ്ങി പിടിച്ചു പോകാൻ പേടിയാവുന്നു. പിടിച്ചിരിക്കണേ. ഇത് വീട്ടിലെ തടകാണ് ട്ടാ. ഇവിടെ ബോട്ടിങ്ങും പിന്നെ കയാക്കിങ്ങും ഉണ്ട് ട്ടാ. ഒന്നാമത് കളിച്ചിട്ട് കാല് വേദന എടുക്കുന്നത്. അപ്പം പിന്നെ ഇത് തുഴയാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ നേരെ വിട്ടു. പിന്നെ നമ്മൾ ആടുന്ന് ഇറങ്ങി. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. കുറെ ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. പെൺപിള്ളേരുള്ള മാല വള അതെല്ലാം നോക്കി പോകുന്നുണ്ട്. ഞാനവിടെ കാറെല്ലാം കുറച്ച് നോക്കിന്ന്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങി. പിന്നെ നമ്മൾ വീണ്ടും വണ്ടി കയറി. പിന്നെ താമശ്ശേരി ചുരത്തിൻ്റെ അവിടെ ഇറങ്ങി. ഡ്രൈവർ പറഞ്ഞ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ച കാണാനുണ്ട്. നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. കോഴിക്കോടുള്ള നോളജ് സിറ്റി ഇവിടുന്ന് വൃത്തിക്ക് കാണുന്നുണ്ട്. പിന്നെ വീണ്ടും വണ്ടി കയറി നാട്ടിലോട്ടേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് ഇരുട്ടിന്ന് ഭക്ഷണം കഴിക്കാനാണ് പ്ലാന്. ബൈറൂത്ത് മന്തി ആടെ സൂപ്പർ മന്തി സ്പോട്ടാണ്. അവിടെ നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ ഫാമിലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഈ വെക്കേഷനിൽ നിങ്ങൾ എവിടെ ടൂർ പോയത് കമൻറ്റിൽ അറിയിക്കണേ. നമ്മളെ ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നേരെ ബൈറൂത്തിലെത്തി. നല്ലൊരു അൽഫാം മന്തിയും കഴിച്ചു. നേരെ ഇനി വീട്ടിലോട്ട്. എല്ലാവർക്കും അപ്പം ടാറ്റാ ബൈ.